ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിൽ പലരും സത്യം പറഞ്ഞാൽ ഒരുപാട് വാട്സപ്പ് യൂസ് ചെയ്യാറുള്ളവരാണ്. നമുക്ക് വാട്സപ്പ് വഴി ഡെയിലി ഒരുപാട് മെസ്സേജുകളും വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഫോണിൽ വാട്സപ്പ് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് നമ്മുടെ ഫോണിൽ മറ്റു പല ആക്ടിവിറ്റീസും ചെയ്യാറുണ്ട്. യൂട്യൂബിൽ വീഡിയോ കാണുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ആക്ടിവിറ്റീസിൽ നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന സമയങ്ങളിലായിരിക്കും ഒരുപക്ഷെ നമുക്ക് വാട്സപ്പ് വഴി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല മെസ്സേജുകളും വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആക്ടിവിറ്റി നിർത്തി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു വാട്സപ്പ് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ വാട്സപ്പിൽ പോയിട്ട് റിപ്ലൈ നൽകുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു ആക്ടിവിറ്റിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ നൽകാൻ സാധിക്കുന്ന ഒരു കിടിലൻ മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയുടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വാട്സപ്പിന്റെ ഈ ഒരു ഫീച്ചറിന്റെ പേരാണ് പോപ്പ് നോട്ടിഫിക്കേഷൻ. ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതേപോലെ തന്നെ വാട്സപ്പിൽ വരുന്ന ഏതൊരു മെസ്സേജും വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ റിപ്ലൈ നൽകാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു വോയിസ് മെസ്സേജ് വാട്സപ്പ് വഴി വരികയാണെങ്കിൽ ആ ഒരു വോയിസ് മെസ്സേജ് നിങ്ങൾക്ക് കേട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് റിപ്ലൈ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീച്ചർ നമ്മുടെ സ്മാർട്ട് ഫോൺ ഇനേബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ മാത്രം മതിയാവും. അതെങ്ങനെയാണെന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് ഫാക്ടറി എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ആദിത്യ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കാണുന്ന 3 ഡോട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെയായിട്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോപ്പ് നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 4 ഓപ്ഷൻസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഒന്നാമത്തെ ഓപ്ഷനാണ് നോ പോപ്പ്. അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോപ്പ് നോട്ടിഫിക്കേഷൻ ഒന്നും വരില്ല. രണ്ടാമത്തെ ഓപ്ഷനാണ് ഓൺലി വെൻ സ്ക്രീൻ ഓൺ. അതായത് സ്ക്രീൻ ഓൺ ആയിരിക്കുമ്പോൾ മാത്രമേ പോപ്പ് നോട്ടിഫിക്കേഷൻ കാണിക്കുകയുള്ളൂ. മൂന്നാമത്തെ ഓപ്ഷനാണ് ഓൺലി വെൻ സ്ക്രീൻ ഓഫ്. അതായത് സ്ക്രീൻ ഓഫ് ആയിരിക്കുമ്പോൾ മാത്രമേ പോപ്പ് നോട്ടിഫിക്കേഷൻ കാണിക്കുകയുള്ളൂ. നാലാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് ഷോ പോപ്പ്. അതായത് എപ്പോഴും പോപ്പ് നോട്ടിഫിക്കേഷൻ കാണിക്കും. ഞാനിവിടെ ഓൾവേസ് ഷോ പോപ്പ് തന്നെയാണ് സെലക്ട് ചെയ്തത്. ഇനി താഴെയായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പ്സിൻ്റെ പോപ്പ് നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഗ്രൂപ്പ്സിൻ്റെ അവിടെയുള്ള പോപ്പ് നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ തന്നെ 4 ഓപ്ഷൻസ് ചോദിക്കും. അതിൽ ഓൾവേസ് ഷോ പോപ്പ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് നമ്മുടെ ഫോണിൽ നമ്മൾ എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരുന്നാലും ഇതേപോലെ തന്നെ വാട്സപ്പിൻ്റെ മെസ്സേജസ് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതും പോപ്പ് നോട്ടിഫിക്കേഷനായി. ഇവിടെ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജസ് കാണുവാനും ഒപ്പം തന്നെ അതിന് റിപ്ലൈ നൽകുവാനുള്ള ഓപ്ഷൻസ് താഴെ കാണാൻ സാധിക്കും. ഒന്ന് ടൈപ്പ് ചെയ്യാനുള്ള ബാറും കാണാൻ സാധിക്കും. തൊട്ടിപ്പുറത്തായിട്ട് വോയിസ് മെസ്സേജ് അയക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് മെസ്സേജസ് അയക്കാം, അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ആയിട്ടും മെസ്സേജസ് അയക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വോയിസ് മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വോയിസ് മെസ്സേജ് നിങ്ങൾക്ക് കേട്ട് നോക്കുവാനും അതുപോലെ തന്നെ ആ ഒരു വോയിസ് മെസ്സേജിന് വോയിസ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ നിങ്ങൾക്ക് അതിന് റിപ്ലൈ നൽകുവാനും സാധിക്കുന്നതാണ്. ഇത് സത്യം പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഗയ്സ്, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. ഞാൻ തീർച്ചയായും റിപ്ലൈ ആയിരുന്നായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഔട്ട്.